ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഓൾറെഡി ചിക്കൻ അത് മാഗ്നേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. ആക്ച്വലി നമുക്ക് ഈ ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും പിന്നെ ചിക്കൻ മസാലയും നോർമലി എല്ലാവരും ചെയ്യുന്ന മസാല അന്നല്ലോണം തിരുമ്മി കൂട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉണ്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി എടുത്ത് ചൂടാക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നല്ലോണം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഇടുന്നുണ്ട്. അപ്പോൾ അത് മുക്കി നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗവും നല്ല ശരിക്കും ഫ്രൈ ആവും, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മജ്ബൂസ് റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ റൈസിന് കൂടെ കഴിക്കാൻ വേണ്ടി ചിക്കനില്ല. അപ്പോൾ ഞാൻ ഓർത്തു ചിക്കൻ കുറച്ചെടുത്ത് ഫ്രൈ ആക്കി വെക്കാമല്ലോ. മജ്ബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനൊരു വേറൊരു ദിവസം വിടാം കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ നല്ലോണം ഉള്ളിലൊക്കെ നല്ല ശരിക്കും വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം കോരി നമുക്കൊരു ബൗളിലേക്ക് എടുത്തിടാം. അപ്പോൾ ഞാൻ ഓർത്ത് ചോറും കൂടെ കാണിച്ചിട്ട് ഫുൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഓർത്ത്. മജ്ബൂസ് റൈസ് ആണ് കേട്ടോ, നല്ല യെല്ലോയിഷ് കളറിലായിട്ടിരിക്കുന്ന ഒരു മജ്ബൂസ് റൈസ്. എൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ യൂട്യൂബിൽ. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ചിക്കൻ ഫ്രൈ. മറ്റേ മജ്ബൂസിലിടുന്ന ചിക്കൻ കുറച്ച് ഫ്രൈ ആയിക്കില്ലല്ലോ, നോർമലായിട്ട് ഇങ്ങനെ ഒരു പുഴുങ്ങിയ ടൈപ്പ് ഒരു ഫീൽ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഫ്രൈയും കൂടെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മോള് കുറച്ച് നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ ആ വീഡിയോയും കൂടെ ഞാൻ നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതും കൂടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണാം.